ഹുസൈൻ ഫാബ് ഇൻറ്റീരിയേഴ്സ് ചെയ്ത മറ്റൊരു വർക്കിൻ്റെ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഈ വർക്ക് ചെയ്തിരിക്കുന്നത് കൊല്ലങ്കോട് വടവന്നൂർ കരുപ്പാലി പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിലവിൽ ഒരു റെനോവേഷൻ വർക്കാണ്. പക്ഷേ കിച്ചൺ ഫുള്ളായി പൊളിച്ച് റെനോവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിലവിൽ. അപ്പോൾ അതിനെ നമ്മൾ സ്ട്രക്ചറാക്കിയിട്ട് സാധാരണ ചെയ്യുന്ന പാറ്റേണിലാക്കി സ്ട്രക്ചറാക്കി ചെയ്തിട്ട് ഇതിൽ നമ്മൾ ടേബിൾ ടോപ്പ് കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കളറിലോട്ട് വരുമ്പോൾ നമ്മുടെ ക്രിസ്റ്റലിൻ്റെ മിഡ് ബഫാണ് ഇതിൻ്റെ ഓഫ് വൈറ്റ് ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ ക്രിസ്റ്റലിൻ്റെ ഒരു വുഡൻ പാറ്റേണുള്ള ഒരു ഷീറ്റ് സെൻറ്ററിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഓവർ ഹെഡിലേക്ക് വരുമ്പോൾ നമ്മൾ ബ്ലാക്ക് ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ലോഫ്റ്റും കിച്ചൻ്റെ ബോട്ടും എല്ലാം മിഡ് ബഫാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന അതേ പാറ്റേൺ തന്നെയാണ്. ഇതിലിപ്പോൾ അക്സസറീസായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു 3 ടാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 വയർ നെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാസായിട്ട് ഒരു 3 ഡ്രോസും അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരു വ്യൂവേഴ്സിന് ഉള്ളൊരു അഡ്വാൻറ്റേജ് പറയുമ്പോൾ ഇതിൻ്റെ കളർ അഡ്വാൻറ്റേജാണ് കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചെറിയൊരു സൈസിൽ വരുന്ന കിച്ചനെ എങ്ങനെ ഈ രീതിക്ക് ഭംഗിയാക്കി എടുക്കാം എന്നുള്ളൊരു കണ്ടൻറ്റാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന അതേ പാറ്റേൺ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇതിലുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ആ കിച്ചൻ്റെ സൈസിനെ എങ്ങനെ ഇത്രയും ഭംഗിയാക്കാം, ഇതിൽ എങ്ങനെയൊക്കെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് വരുത്താം എന്നുള്ളൊരു പാറ്റേണാണ് നമ്മളിതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഇതൊരു കിച്ചൺ റെനോവേഷൻ വർക്കെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും സൺസൈഡ് ബർത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡോറ് വെക്കുക പറയുമ്പോൾ വലിയ ടാസ്ക് ആയിരുന്നു. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കിച്ചൻ്റെ സൈസ് വളരെ ചെറുതായത് കൊണ്ടും ലോഫ്റ്റ് വരുമ്പോൾ ഒന്ന് ചുരുങ്ങും എന്നുള്ളൊരു ബുദ്ധിമുട്ടും കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് മിഡ് ബഫിനെ നമ്മൾ കണ്ടിന്യൂറ്റി കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് വന്നപ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു കിച്ചണായി മാറി. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ളൊരു മെയിൻ കാരണവും. നല്ലൊരു കളർ സെൻസ് റൂമിൽ പ്രതീക്ഷിച്ചു. അപ്പോൾ വീട്ടിൽ ചെയ്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാക്കി. കിച്ചൺ ചെറിയ കിച്ചണായിരുന്നാലും നല്ലൊരു വ്യൂ കിട്ടി. നമുക്ക് ആ കളറ് ഉപയോഗിച്ചതിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ കിച്ചണിൽ കൂടുതലായിട്ട് പറയാനുള്ളത്. നമ്മൾ സാധാരണ ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഈ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ നമ്പറുമായി ബന്ധപ്പെടാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടുകൾക്കും എല്ലാവർക്കും വളരെയധികം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു.